ഹേ ഹലോ എവരി വൺ, ഞാൻ സുബാൻ. ഇപ്പോൾ നിങ്ങൾ നോക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷത്തിലാണല്ലേ? യെസ്, ആ സന്തോഷത്തിനും ആ തമ്മയിലേക്ക് ഒരു റീസൺ ഉണ്ട്. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുകയാണ്. എൻ്റെ ഈ വ്ളോഗിങ് കരിയർ അല്ലെങ്കിൽ വ്ളോഗിങ് ഒരു ഇതൊക്കെ തുടങ്ങിയതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് ഒരാൾ എന്നെ ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. എനിക്ക് ഇതിന് മുമ്പും ഗിഫ്റ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ വ്ളോഗ് തുടങ്ങിയതിന് ശേഷം ഒരാൾ എന്നെ ഗിഫ്റ്റ് ചെയ്തേക്കുവാണ്. പക്ഷേ ഈ ഗിഫ്റ്റിന് തന്നെ ഏകദേശം ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇപ്പോൾ ബാക്ക് സ്റ്റോറി ഞാൻ ആദ്യം പറയാം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ഒരു കുറച്ച് പേരെങ്കിലും അറിയാം, ഞാൻ 2 ബാഡ്മിൻ്റൺ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ഒന്ന് ബാഡ്മിൻ്റൺ വ്ളോഗ് 1, ഒന്ന് ബാഡ്മിൻ്റൺ വ്ളോഗ് 2. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ബാഡ്മിൻ്റൺ വ്ളോഗ്സ്. അപ്പോൾ ഇതിൽ ബാഡ്മിൻ്റൺ വ്ളോഗ് 1 ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. ഇതായിരുന്നു ആ കമൻറ്റ്. ഈ കമൻറ്റ് പറഞ്ഞേക്കുന്നത് ഷൂ ഇട്ട് കളിക്കാൻ പാടുള്ളൂ, ഷൂ ഇട്ടില്ലെങ്കിൽ ആംഗിൾ ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ അത് പ്രശ്നമാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ കമൻറ്റ് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണോ അതോ കമൻറ്റ് ഇടാൻ വന്നൊരു ബ്രോ ആണോ എനിക്കറിയില്ല. പക്ഷേ വാട്ട് ഹീ സെഡ് ഇസ് റൈറ്റ്. ഞാൻ സപ്പോർട്ട് ചെയ്തു. കാരണം പുള്ളിക്കാരൻ പറയുന്നത് വളരെ ശരിയായിട്ടൊരു കാര്യം തന്നെയാണ്. ഒരിക്കലും ഞാൻ അതിനെ മോശമായിട്ട് പറയാതെ. കാരണം അങ്ങനെ കളിച്ചില്ലെങ്കിൽ നമുക്ക് ഷൂ ഇല്ലാതെ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ലൈക്ക് ചിലപ്പോൾ ആംഗിൾ ഇഷ്യൂസ് എന്തെങ്കിലും വരാം. ആക്ച്വലി എനിക്ക് ഷൂസ് ഉണ്ടായിരുന്നു. എൻ്റെ 2 വ്ളോഗ് നോക്കിക്കഴിഞ്ഞാൽ 2 വ്ളോഗ് ഞാൻ ഷൂ ഇടാതെയാണ് കളിച്ചിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ബാഡ്മിൻ്റന് വേണ്ടി മേടിച്ച ഷൂ ആണ് ഇത്. സോ ദിസ് ഈസ് അഡിഡാസിൻ്റെ ഷൂ. ഇവിടെ നിങ്ങൾ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം ടോണ്ടാണ്. അപ്പോൾ ഇത് അഡിഡാസിൻ്റെ തന്നെ ഗെയിം കോട്ട് എന്ന് പറയും. ഗെയിം കോട്ട് ഇത് ഏകദേശം ഞാൻ മേടിക്കുന്ന സമയത്ത് 4300 ആ രീതിക്ക് എന്തോ ആയിരുന്നു ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ വളരെ പണക്കാരനായതുകൊണ്ട്, പണക്കാരനൊന്നും അല്ല, ഞാൻ ദൂർത്തടിച്ച് വെറുതെ പൈസ കളയുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ മേടിച്ചതാണത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 ഇയേഴ്സോളം ആയി ഞാനിത് ഉപയോഗിച്ച്. ഇത് ഓൾറെഡി ഡെഡായി. ഇപ്പോഴും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ടോണായി പോയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ റെസ്റ്റ് കൊടുക്കാം, പാവമല്ലേ എന്ന് പറഞ്ഞ് ഞാൻ സൈഡിൽ വെച്ചേക്കുവാണ്. അപ്പോഴാണ് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിൻ്റെ പേര് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല, സോറി. ആ ഫ്രണ്ടിൻ്റെ പേര് ജെറിൻ ടി സാബു, ജെറിൻ മോൻ. അപ്പോൾ ജെറിനാണ് എനിക്ക് ഈ ഗിഫ്റ്റ് മേടിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഷൂസും ബാഡ്മിൻ്റനൊക്കെ പറഞ്ഞപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ എനിക്ക് അവൻ മേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വ്ളോഗിൽ പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷൂസാണ്. ഈ ഷൂസാണ് അവൻ എനിക്ക് മേടിച്ചു തന്നത്. സോ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഒരു ഇല്ലായ്മ കണ്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി അവനോട് പറഞ്ഞാണ് ഞാൻ ഫെബ്രുവരി മേടിക്കാൻ നിൽക്കുവാണ് അളിയാ, ഞാൻ അത് മേടിച്ചോളാം, ഞാൻ ഇട്ടോളാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല അളിയാ ഞാൻ മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് മേടിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ എത്രത്തോളം താങ്ക്സ് പറഞ്ഞാൽ യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് ജെറിൻ ഹൗ മച്ച് ഹാപ്പി ഐ ആം. കാരണം ആദ്യമായിട്ടാണ് ഒരാൾ ഓക്കെ അളിയ നിനക്ക് ഇന്ന സാധനം ഇല്ലല്ലോ നിനക്ക് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. വീട്ടുകാരൊക്കെ മേടിച്ചു തരുന്നതിൽ പോലെ ഒരു ഫ്രണ്ട് എനിക്ക് ആദ്യമായിട്ട് മേടിച്ചു തരുന്നത് ആദ്യമായിട്ട്. ഐ ആം റിയലി സ്വെറ്റിങ് ബിക്കോസ് ഞാൻ ഔട്ട്സൈഡ് പുറത്ത് കുറേ കാക്കയുടെ വിളിയൊക്കെ കേൾക്കുമായിരിക്കും. ഞാൻ പുറത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത്, അകത്ത് ലൈറ്റിങ് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതൊക്കെ നമുക്ക് വ്ളോഗിങ് സെറ്റാക്കാം. സോ അതിനെ പറ്റിയായിരിക്കും ഈ വീഡിയോ. അപ്പോൾ ജെറിൻ, സോ വാട്ട് വി ലെഫ്റ്റ് ബിഹൈൻഡ് ഇസ് ജെറിൻ. ഞാൻ എത്ര താങ്ക് യു പറഞ്ഞാലും അളിയാ, ഇത് നിനക്ക് എത്രത്തോളം കണക്റ്റ് ആവുമെന്ന് അറിയില്ല, പക്ഷേ ഐ എം സോ മച്ച് ഹാപ്പി ദാറ്റ് യു ജസ്റ്റ് ഗിഫ്റ്റഡ് മീ സംതിങ് വിച്ച് ഐ ആക്ച്വലി നീഡഡ്. കാരണം ഒരാൾക്ക് എന്താ ആവശ്യമുള്ളതെന്ന് നോക്കിയിട്ട് മേടിച്ചു തരുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് തിങ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ നീ മേടിച്ചെന്നില്ല, ഐ എം റിയലി സോ മച്ച് ഹാപ്പി. അത് മാത്രമല്ല, എനിക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഒരു ഷൂസ് മേടിച്ചെന്നാൽ മതി. ബാഡ്മിൻ്റൺ ഷൂസ് അല്ല, ഏത് ഷൂസാണെങ്കിൽ അഡിഡാസോ പ്യൂമയോ നൈക്കിയോ എയർ ജോർഡൻ, അങ്ങനെ എന്തെങ്കിലും മേടിച്ചെന്നാൽ ഐ എം സോ ഹാപ്പി. ഇത് ലൈക്ക് എന്താ ഒരു PS ആയിട്ട് ഞാൻ സൈഡിൽ കൊടുത്തേക്കും, ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് നിങ്ങൾ നോക്കിയിട്ട് എപ്പോഴെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ആഗ്രഹിച്ച് ഷൂസ് മേടിച്ചതാണ്. ഓക്കെ, സോ നമുക്കിനി നേരെ എൻ്റെ ഈ സംസാരം നിർത്തിയിട്ട് നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇത് അതുകൊണ്ട് മാത്രം ഞാൻ അൺബോക്സ് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ബാക്കി വെച്ചത്. കാരണം ഏകദേശം വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു. ഇന്നും ഞാൻ ഇത് അൺബോക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ എൻ്റെ സൈസ് എങ്ങാനും കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ചേഞ്ചൊക്കെ ചെയ്യേണ്ടി വരും. കാരണം എൻ്റെ കാല് കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് 10ഉം 11ഉമാണ് എൻ്റെ 2 സൈസ്. 10 എനിക്ക് ആക്ച്വലി ചേരാറില്ല, പക്ഷേ ബാഡ്മിൻ്റൺ ഷൂസ് ആയതുകൊണ്ട് കുറച്ച് ടൈറ്റ്നസ് ഒക്കെ വേണമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ 10 അവനോട് പറഞ്ഞത്. അവൻ മേടിച്ച് തരുകയും ചെയ്തു. അപ്പോൾ ഇനി 11 വേണ്ടി വരുമോ ഇല്ലേ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോവാം. ആക്ച്വലി ഇൻട്രോ പറഞ്ഞ കുറിച്ച് കൂടിപ്പോയല്ലേ, എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ കൂടിപ്പോയതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി അൺബോക്സ് ചെയ്യാം. അധികം സമയം നമുക്ക് വെറുതെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടല്ലോ വീഡിയോസ് ഒന്നും. അപ്പോൾ നമുക്ക് ഇനി അൺബോക്സ് ചെയ്യാം. കാരണം ഇതിന് കട്ടും പേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇത് 2 വീഡിയോസ് ആയിരിക്കും. 2 വീഡിയോസ് മേർജ് ചെയ്യുന്നു, ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. സോ ദിസ് വുഡ് ബി ദ സെയിം തിങ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത്. കാരണം ജെറിൻ, ഞാൻ എത്ര താങ്ക് യു പറഞ്ഞാലും ചിലപ്പോൾ അത് മതിയാവില്ല. അതുകൊണ്ട് സീരിയസ്ലി ഞാൻ ഇതിനേക്കാട്ടിലും വലിയൊരു സർപ്രൈസ് നിനക്ക് ഞാൻ തരുന്നുണ്ടായിരിക്കും. അത് എപ്പോൾ എങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ചിലപ്പോൾ ആ പറയുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. അപ്പോൾ ഞാൻ സമയം കാലമൊന്നും പറയുന്നില്ലെങ്കിലും ഞാൻ ഐ വിൽ ഷുവർലി ഡു സംതിങ് വിച്ച് ഇസ് ഗ്രേറ്റ് ഫോർ യു. അത് നീ ഒരിക്കലും മനസ്സിലാക്കാത്ത രീതിക്ക് ഞാൻ നിനക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ ആ സാധനമൊക്കെ സൈഡിൽ വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു
നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. ഞാൻ കാണുന്നില്ല, അതെൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. എന്തായാലും ഞാൻ തന്നെ ആയിരിക്കും ആദ്യം കാണുന്നത്, എന്നിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഇനി എല്ലാം നമുക്ക് ആദ്യം വീഡിയോയിൽ കാണിച്ചിട്ട് അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം വീഡിയോയ്ക്ക് കാണിച്ചു തരാം. സോ ഇതാണ് അവൻ എനിക്ക് മേടിച്ചെന്ന ഷൂസ്. സോ ഇതൊരു നോൺ മാർക്കിംഗ് ബാഡ്മിൻ്റൺ ഫ്ലോറിൽ മാത്രം കളിക്കാനുള്ള ഒരു 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 ഷൂസാണ് അമ്മയുടെ. എൻ്റെ അകത്ത് വേറെ പെട്ടിയൊന്നും പാടില്ല. ഓ റിയലി സീരിയസ്ലി എന്നെ ശശിയാക്കി. ഓക്കെ, നമുക്ക് ഇനി ഈ ബോക്സ് എടുത്തിട്ട് ബോക്സിൻ്റെ അകത്തുനിന്ന് നമുക്ക് എടുക്കാം. ഓക്കെ സോ ദിസ് ഇസ് ദ ബോക്സ്. ആൻഡ് ഈ ബോക്സ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്ന് തോന്നിയിരിക്കുന്നത്. ഓ മൈ ഗോഡ്, അമ്മീ ഇതെന്താ വരത്ത്. അഹങ്കാരം പിടിച്ച ബോക്സാണെന്ന് തോന്നുന്നു ഗൈസ്, പുറത്ത് വരുന്നില്ല. ഓക്കെ ഗോഡ് ഇറ്റ്. സോ അത് ഞാൻ ബ്രാൻഡിങ് കാണിച്ചുതരാം, ഏത് ബ്രാൻഡാണ്. ഏകദേശം കുറേ പേർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇത് 100 എന്ന് പറയുന്ന ഒരു ബാഡ്മിൻ്റൻ്റെ തന്നെ, അല്ലെങ്കിൽ ബാഡ്മിൻ്റൻ്റെ ബാറ്റ് വർക്കിൻ്റെ റാക്കറ്റ്സിൻ്റെ ഷൂസിൻ്റെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് അവൻ എനിക്ക് മേടിച്ചു തന്നത്. ഇതിൻ്റെ അകത്ത് ഇനി ഒന്നും കാണരുത് പ്ലീസ്. സോ ഐ ഗെസ് നിങ്ങൾക്ക് കാണാൻ പറ്റി ഞാൻ വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ദ ഷൂസ്. താങ്ക് ഗോഡ്. ഇതിൻ്റെ അകത്ത് എനിക്ക് വൈറ്റ് പേപ്പേഴ്സ് ഒന്നും കാണരുത്. ഓ മൈ ഗോഡ്, യുവമാർ എന്നെ ശശിയായിക്കൊണ്ടിരിക്കുകയാണ്. ജെറിൻ തന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ ശശിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ദൈവമേ. ഇതിൻ്റെ അകത്ത് ഇനി വല്ല കറുത്ത റാപ്പറുണ്ടോ ആവോ. ഓ മൈ ഗോഡ്, ഇതാണോ വൈറ്റ്? ഓക്കെ. സോ നിങ്ങൾക്കൊരു ടർക്കോയ്സ് കളർ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. സോ എല്ലാം അൺബോക്സിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവസാനം എടുത്തേക്കാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ആ ഷൂസ്. ഇതാണ് എനിക്ക് എൻ്റെ ജെറിൻ മോൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ജെറിൻ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ഓഫീസ്. അവൻ എക്സ് ഗൈഡ് ഹൗസാണ്. അവൻ ഇപ്പോൾ ഡെലോയിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. സോ മോസ്റ്റ് പ്രോബ്ലി ജെറിനെ നീ ഈ വീഡിയോ കാണുമ്പോൾ നീ ഡെലോയിറ്റിൽ തന്നെ ആയിരിക്കും. ആൻഡ് ഇതാണ് അവൻ എനിക്ക് മേടിച്ചെന്ന ഷൂസ്. അവൻ നീ എടുത്ത് കാണിച്ചു തരാം. സോ ഇതെനിക്ക് എൻ്റെ വേറൊരു ഫ്രണ്ട് എനിക്ക് സെലക്ട് ചെയ്ത കളറാണ്. ലൈക്ക് ഇതെടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഐ ലൈക്ക് ദിസ് കളർ ഓൾസോ. എനിക്കും ആ പുള്ളിക്കാരി പറഞ്ഞു, എടാ ഇതെടുക്കുക, ഇത് കൊള്ളാം, നല്ല കളറാന്ന് പറഞ്ഞു. ഓൾറെഡി എനിക്കിത് സെലക്ട് ചെയ്യുന്ന ആൾക്ക് തന്നെ ഭയങ്കര ഡൗട്ടൊക്കെ ഉള്ളതാണ്. എന്നിട്ടും എനിക്ക് ഈ കളർ സെലക്ട് ചെയ്യുന്നു. കാരണം ജെറിൻ എടാ നീ സെലക്ട് ചെയ്യുന്ന അവസാനം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. കാരണം അവന് പറഞ്ഞു എടാ ഇൻ കേസ് മേടിച്ചെന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് കാരണം. അപ്പോൾ ഗൈസ് ഇതാണ് ഷൂസ്. ദിസ് ഇസ് ദ ഷൂസ്. ഞാൻ നേരെ വ്ളോഗിങ്ങിലോട്ട് വരാം. ഓക്കെ, ബ്ലുപ്പ്. സോ ആ ബ്ലുപ്പ് പറഞ്ഞു പോയി ഞാൻ ദൈവം നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് ആ ഷൂസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് ഇപ്പം എൻ്റെ മമ്മേനെ വാപ്പച്ചീനെ ഞാൻ കൊണ്ട് കാണിച്ചു കൊടുത്തു. മമ്മ വാപ്പച്ചി ഇഷ്ടപ്പെട്ടു, അവർക്ക് കളർ ഇഷ്ടപ്പെട്ടു, സൈസ് കറക്റ്റാണോ മോനെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്കും ജെറിനെ അറിയാം, ജെറിൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. സോ ജെറിനെ മോനെ താങ്ക് യു സോ മച്ച്. ഞാൻ ഓൾറെഡി ഈ മന്ത് വാങ്ങാനിരിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ മന്ത് മേടിക്കാം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കാരണം കഴിഞ്ഞ മാസത്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ മാസം മേടിക്കാം. ഈ ഷൂ കഴിഞ്ഞ മാസം ഏകദേശം 2-3 ദിവസം ഓടിച്ചായിരുന്നു. ആ 2-3 ദിവസം ഞാൻ വീഡിയോ ഇട്ടതുമില്ല. അപ്പോൾ വിചാരിച്ചു ഇനി ഇനി ഈ ഷൂസ് ഇട്ടായിരിക്കും ഞാൻ ഇനി എൻ്റെ ബാഡ്മിൻ്റൺ ഫുള്ള് കളിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല നീ മേടിച്ച ആ ബോക്സൊക്കെ ഞാൻ സൂക്ഷിക്കും. ഓൾറെഡി ഞാൻ എൻ്റെ മിക്ക ഷൂസിൻ്റെ ബോക്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഭയങ്കര ഷൂ പ്രാന്തനാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വയ്ക്കും. So thank you Jerin, and thanks everybody for watching this video. And this is something my best friend gifted me, and I'm so much happy for this Jerin. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ വർഷം നിന്നെ എത്തിച്ചില്ലെങ്കിൽ ഇത് നിനക്ക് ചിലപ്പോൾ ഒരു സർപ്രൈസ് ആയിരിക്കണം, ഞാൻ ഓൾറെഡി പറയുന്നുണ്ടല്ലോ. പക്ഷേ നിന്നെ സർപ്രൈസ് തന്നെയായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിരിക്കും, ദാറ്റ്സ് ഫോർ ഷുവർ. ആൻഡ് ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോയോട് വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ അണ്ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ, സ്റ്റേ ട്യൂൺ. ആൻഡ് ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സുബാൻസ്. ഷൂസ് വെച്ച് കളിക്കുക അല്ലേ? Bloop.